ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പത്തരമാറ്റിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പത്തരമാറ്റിൻ്റെ കഥയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോണ വേണു അനാമികയും നന്ദു ആ സ്റ്റേഷനിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നന്ദു ആദ്യം മൈൻഡ് ചെയ്യാണ്ട് പോകാൻ നിന്നു. പിന്നെ അവളടുത്ത് നിൽക്കണം. അപ്പോൾ പറയും, നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല, ഞാനൊരു ഇവിടുത്തെ CIനെ കാണാൻ വന്നതാണ് എന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ അനാമികയുടെ കവിളത്ത് ഇങ്ങനെ അടിച്ച പാട് കാണാം. അപ്പോൾ പറയും, ഇതെന്താ ഇവളുടെ മുഖത്തൊരു പാട് എന്ന് ചോദിക്കുന്നുണ്ട്. അത് തല്ലിയതാണെന്ന് അറിയും. അല്ല, ഇവളുടെ സ്വഭാവത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നറിയും. അല്ല, ഞങ്ങളെ വീട് കയറി തല്ലിയിരുന്നില്ലേ, അതുപോലെ ഇവളെയും തല്ലാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പറയും, അവൾക്ക് നാവ് നന്നാവണം, അതുകൊണ്ട് അല്ലെങ്കിൽ കിട്ടും അടി എന്ന് പറയും. ആരാ തല്ലി എന്ന് പറയുന്നില്ല കേട്ടോ. സംഭവം അതിനെപ്പറ്റി പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല, ഇത് ഞങ്ങളങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കൊന്നുമില്ല, ഞങ്ങളതിൻ്റെ കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോകുന്നുണ്ട്, വേണും അനാമികയും പോകുന്നുണ്ട്. എന്നിട്ട് നന്ദു CIയുടെ ചെല്ലിയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് വന്നവരെ കണ്ടോ ചോദിക്കേണ്ട അയാൾ സച്ചിദാനന്ദ്. അപ്പോൾ കണ്ടു. അവരൊരു കംപ്ലൈൻറ്റും കൊണ്ട് വന്നതാണ്, ആ പെൺകുട്ടിയുടെ മുഖത്ത് പാട് കണ്ടില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കണ്ടു അറിയും. അത് ആര് ചെയ്തതാണെന്നറിയോ നോക്കുമ്പോൾ ഇല്ല, അതൊന്നും പറഞ്ഞില്ല അറിയും. അത് അനന്തപുരിയിലെ ഇളയവരുണ്ടല്ലോ, തല തെറിച്ചവൻ, അവൻ ചെയ്തതാണ് അറിയും. അവൻ ഇന്നലെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു, നമ്മൾ ഇന്നലെ പോയില്ല, അന്ന് ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ ഇവളും ചെന്നപ്പോൾ ഇവളെ തല്ലിയതാണെന്ന് പറയും. അപ്പോൾ നന്ദു പറയും, അങ്ങനെ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, എനിക്കറിയാം, സാധുവാണ്, ഇവളെന്തായാലും പോയി ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതാണ് തല്ലാൻ കാരണം. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് തല്ലാൻ പാടുണ്ടാവും, ഇല്ലെങ്കിൽ അവൻ്റെ ഭാര്യയല്ലേ, അത് നിയമപ്രകാരം വേറെ പിരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ തല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ഒരു തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാവും. ഞാൻ അവനോട് ഒരു മാപ്പ് പറയാനിരുന്നതാണ്, അപ്പോഴേക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ ഈ പ്രശ്നം വരുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യണം, CI എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, താൻ പോയിട്ട് അവനെ വിളിച്ചിട്ട് വരണം എന്ന് പറയും. അപ്പോൾ പറയും, സാർ ഞാൻ പോകണം വയ്ക്കും. ഒന്ന് പോകണം, നന്ദു തന്നെ പോകണം, നന്ദു പോയി വിളിച്ചിട്ട് വരണമെന്ന് പറയും. സാർ അറിയാലോ എൻ്റെ ബന്ധം, ഇവിടെ ബന്ധം കാര്യങ്ങളൊന്നും നോക്കാൻ പാടില്ല, നന്ദുവിനെ പോയി വിളിക്കണം എന്ന് പറയും. അപ്പോൾ ഇവൾ കുറേ ഒഴിവ് പറയും നന്ദു. അപ്പോൾ പറയും, ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്, അവിടങ്ങളിൽ